ഇപ്പോൾ ഈ RSS ആണെങ്കിലും BJP ആണെങ്കിലും അവരെ സംബന്ധിച്ച് ഐഡിയോളജിക്കലി CPM ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ബംഗാളിൽ നിന്ന് CPM അല്ലെങ്കിൽ ഈ CPI അല്ലെങ്കിൽ ഇടത് പ്രസ്ഥാനങ്ങൾ മൊത്തം പോയി എന്നുള്ളത്. അപ്പോൾ അവർ തിരിച്ചു വരാതിരിക്കാൻ ഉള്ള ഒരു അപ്രോച്ച് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വീണ്ടും ശക്തിപ്പെടാനും പാടില്ല. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ തൃണമൂലിലെ വിമത പ്രവർത്തനങ്ങൾ ഒരു മഹാരാഷ്ട്ര മാതൃകയിൽ ഷിൻഡെ എങ്ങനെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഒരു ശിവസേന എങ്ങനെയാണ് പിളർത്തിയത്, അത് തന്നെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതാണ്ട് അതെ. ശിവസേന പിളർത്തി എന്ന് പറയുമ്പോൾ ശിവസേന ഒഫീഷ്യൽ ശിവസേനയായിട്ട് മാറുകയാണ് അവർ ചെയ്തത്. കാരണം യഥാർത്ഥത്തിൽ ബാൽ താക്കറയുടെ മകൻ ഉദ്ധവ് താക്കറയുടെ നിയന്ത്രണത്തിലായിരുന്നു ശിവസേന. ഉദ്ധവ് താക്കറെ BJP ആയിട്ട് തെറ്റിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മഹാവികാസ് അഗാദി എന്ന് പറഞ്ഞിട്ട് അയാൾ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസും NCPയും സഖ്യം ചെയ്തു. ആ NCPയുടെ ഒരു ഭാഗത്തെ കൊണ്ടുവന്നു, ശിവസേനയെ BJP കൊണ്ടുവന്നു. ശിവസേനയെ കൊണ്ടുവന്ന BJP ഏകനാഥ് ഷിൻഡെയെ തന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ടാണ് അവിടെ ഭരിച്ചത്. അപ്പം അവിടെ യഥാർത്ഥ ശിവസേന ആരായിട്ട് മാറി? ഷിൻഡെ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവരിപ്പോൾ പേരിന് മമതാ ബാനർജി എതിർക്കുന്നില്ല. 59 MLA ഒപ്പിട്ട് ഋതബ്രത ബാനർജിയെ നേതാവാക്കിക്കൊണ്ട് കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഋതബ്രത ബാനർജി ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. മമതാ ബാനർജി പുറത്തു പോകും. ഋതബ്രത പറയുന്നത് അഭിഷേക് ബാനർജിയോടാണ് അവർക്ക് എതിർപ്പ്. അഭിഷേക് ബാനർജിയെ അയാൾ പറയുന്നത് എല്ലാ ആളുകളും കൂവുക എന്നാണ് പറഞ്ഞത്. ഒരു ഹോളിൽ വെച്ചല്ല, എവിടെ പോയാലും അയാളെ കൂവലാണ് ചോറെന്ന് പറയുകയാണ്. അപ്പം അത് ഏതെങ്കിലും ഒരാൾ കാശ് കൊടുത്ത് ചെയ്യുന്നില്ല, ജനത്തിൻ്റെ വികാരമാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് മമതയെ അവരെ തള്ളിപ്പറയുന്നില്ല. മമതയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ. അപ്പോൾ ചിഹ്നമൊക്കെ അവരാവശ്യപ്പെടും. അപ്പം ഫലത്തിൽ തൃണമൂൽ എന്ന് പറയുന്നത് പഴയ ഒരു CPMകാരൻ്റെ കയ്യിലേക്ക് പോയി. അപ്പം CPMലേക്ക് ആളുകൾ പോകാൻ സാധ്യതയില്ല, തൃണമൂലിലേക്കായിരിക്കും പോവുക.